അതിശക്തമായി തുടരുന്ന മഴയിൽ കാസർഗോഡിന്റെ തെക്കൻ മേഖലകളിലും ജനജീവിതം താറുമാറാവുകയാണ്. വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകളും അപകട സാധ്യതകളുമാണ് ഈ ഭാഗത്തെയും സാരമായി ബാധിക്കുന്നത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ജില്ലയുടെ തെക്കൻ മേഖലകളിൽ തേജസ്വിനി നീലേശ്വരം പുഴകളുടെ തീരപ്രദേശങ്ങളെയാണ് വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും അസാധാരണമാംവിധമുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. തേജസ്വിനിയുടെ തീരപ്രദേശങ്ങളായ കാര്യങ്കോട്, മയ്യിച്ച, കയ്യൂർ, പാലായി, ചാത്തമത്ത്, കൊടോത്തുരുത്തി എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറി. ഏതു നിമിഷവും കുടിയിറങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ഇവിടങ്ങളിലെ പല കുടുംബങ്ങളും. നീലേശ്വരം പുഴയുടെ തീരപ്രദേശങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. പടിഞ്ഞാറ്റൻകുഴുവൽ, നാഗച്ചേരി ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ട്. അരൈ പ്രദേശമാണ് മുടങ്ങാതെ ഇക്കുറിയും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയത്. വയൽ പ്രദേശമായ ഇവിടെ വലിയ തോതിൽ ഉയർന്ന ജലനിരപ്പ് ഇതുവഴിയുള്ള റോഡിനെയും വരുതിയിലാക്കി യാത്രക്കാരെ വല്ലാതെ വലച്ചു. പോലീസിന്റെ അറിയിപ്പാണ് അരയിപ്പാലം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. ശക്തമായ ഒഴുക്കുകാരനുമാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ഇതുവഴി ഒരു അറിയിപ്പിടം വരെ യാത്രക്കാരോ മറ്റു വാഹനങ്ങളോ കടന്നു പോകാൻ അനുവദിക്കുന്നില്ല. 5 വർഷത്തിനകം ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഇതാദ്യമായിട്ടാണ്. ഇത് മെയ് മാസമാണ്. ജൂൺ നാളെ ശക്തമായ അടിയൊഴുക്കും കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. സമീപത്തെ ചെമ്മട്ടംവയൽ കാലിച്ചാടുക്കം റോഡിലെ ആലൈ ഭാഗത്തും മുമ്പെങ്ങുമില്ലാത്ത വിധം വെള്ളപ്പൊക്കമുണ്ടായി. ഇതേ തുടർന്ന് ഇതുവഴി കാൽനട യാത്രക്കാർക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അജാനൂർ പഞ്ചായത്തിലെ മടിയൻ, പാലക്കി പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. ഇവിടെ നിന്നും പല കുടുംബങ്ങളെയും ബന്ധുവീടുകളിലേക്ക് മാറ്റി. വെള്ളിക്കോത്ത് വീണച്ചേരിയിൽ മണ്ണിടിഞ്ഞ് വീടിന്റെ പിന്നാമ്പുറത്തിന് കേടുപാടുകൾ പറ്റി. ഇപ്പോൾ ഈ ഇരുനില അപ്പാർട്ട്മെന്റ് കെട്ടിടവും വീടും ഒരുപോലെ അപകടത്തിന്റെ വക്കിലാണ്. പുതിയകോട്ടയിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് മുന്നിലെ ആൽമരത്തിന്റെ വലിയ കൊമ്പ് റോഡിലേക്ക് താഴ്ന്നത് വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ഒരുപോലെ ഭീഷണിയായി. സമാനമായി തൊട്ടപ്പുറത്തുള്ള ഗാന്ധി പാർക്ക് റോഡിലേക്കും മരം താഴ്ന്നു കിടക്കുന്നുണ്ട്. ചീമേനിയിൽ വയോധികയുടെ വീട് തകർന്നു. മുണ്ട എലിക്കോട്ടുംപൊയിലിലേക്ക് ചന്ദ്രമതിയുടെ വീടാണ് തകർന്നത്. ഞാൻ 2 ദിവസം മുമ്പേ ഇതിങ്ങനെ നെല്ലിന്നൊരു ഒറ്റവെട്ടി ഞാനിരുന്ന് മാറിയതാണ്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്ത് സംഭവം ഞാൻ പറഞ്ഞു, എനിക്ക് വീട് ലൈഫിൽ വീടുണ്ട് എന്ന് പറഞ്ഞു, വീട് തരാമെന്ന് പറഞ്ഞു. ഇതുവരെ എനിക്ക് അവർ തന്നിട്ടില്ല. ഗ്രാമസഭയിൽ നിന്ന് എനിക്ക് പറഞ്ഞു വിടുകയും ചെയ്തിന് ചന്ദ്രയ്ക്ക് വീട് പാസ്സായിട്ടുണ്ട്. ആ വീട് അവർ വേറെ ഒക്കെ കൊടുത്തതെന്ന് അറിഞ്ഞു. നമുക്ക് ഇതുവരെയായിട്ട് ഒന്നും നമുക്ക് തന്നില്ല. ഇപ്പോൾ അവർ പറഞ്ഞ് ലൈഫിൻ്റെ വീട് കട്ടാക്കി, ഇനി അതില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ മോദിയുടെ വീടാണെന്നില്ലത്, ഇനി അതിൽ കൊടുക്കാനോ നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാനിത് പല പ്രാവശ്യം പല ആളോടും ഞാൻ പറഞ്ഞിട്ട് ആരും മെമ്പറെ ഞാൻ ഇന്ന് 2-3 ദിവസം വിളിച്ചു. അന്ന് പറഞ്ഞു വരുന്നുണ്ട് പറഞ്ഞു വൈകുന്നേരം. ഇന്ന് രാവിലെ വിളിച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ്. ഇപ്പോൾ വേറെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു 11 മണിക്ക് വരുന്നു. ഇത് എത്തിയില്ല. പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇല്ലാത്തൊന്നും പറയാനില്ല. 10-15 കൊല്ലാവാനായി. ഇത് ഉച്ചഭൂമി കിട്ടിയതാണ് എനിക്ക് 10 സെന്റ്. 10-15 കൊല്ലമായി താമസിക്കുന്നത്. ഞാൻ അന്നേരം മുതൽ വീടിനെ ആവശ്യപ്പെടുന്നുണ്ട്. ഇവർ തരാമെന്ന് ഇന്ന് പാസ്സായി റെഡിയായി എന്ന് പറയുന്നുണ്ട്. എന്ത് കാരണത്തെ എനിക്ക് തരാമെന്ന് പറയാം. എനിക്ക് ഭർത്താവില്ല, എൻ്റെ അമ്മയില്ല, എൻ്റെ ആങ്ങളില്ല, അച്ഛനില്ല, എല്ലാവരും എനിക്ക് പോയി. എനിക്ക് 2 മക്കളേ ഇല്ല. അവരെന്തെങ്കിലും കൂലിപ്പണി എത്തിയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതാണ്. ഞാനെന്തെങ്കിലും കൂലിപ്പണി അങ്ങനെയല്ല ഞാൻ അങ്ങനെ എല്ലാം കൂലിപ്പണിക്ക് പോകും. എൻ്റെ അടുത്ത് അങ്ങനെ ഇങ്ങനെ ആരെങ്കിലും പ്രസവത്തിന് വിളിച്ച് ഞാൻ തൂങ്ങി അത് ഇറക്കി കൊടുക്കാൻ അങ്ങനെയല്ല ഞാൻ പോകും. അങ്ങനെയല്ലാന്ന് ഞാൻ ജീവിതം കഴിയും. ഇപ്പം 2 ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ അറ്റാക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി ഉണ്ട്. 6 മാസം കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. ശക്തമായ കാറ്റിലും മഴയിലും ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലംപതിക്കുകയായിരുന്നു. ബേക്കൽ, അരവത്ത്, പാലക്കുന്ന്, മുതിയക്കാൽ പ്രദേശങ്ങളിലും ക്രമാതീതമായ രീതിയിൽ വെള്ളക്കെട്ട് ഉയരുന്നുണ്ട്. ഇങ്ങനെ നിലയ്ക്കാതെ പെയ്യുന്ന കനത്ത മഴ തീരപ്രദേശങ്ങളിലെയും സമതലങ്ങളിലെയും താമസക്കാരുടെ ഉറക്കം കെടുത്തുന്ന നിലയിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.